السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയക്കാരിൽ അല്ലാഹു നാം ഏവരെയും ചേർക്കുമാറാവട്ടെ. അവിടുത്തെ മീലാദാഘോഷത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. ഇമാം സഖാവി അൽ അജ്വീബത്തുൽ മർദിയ എന്ന കൃതിയിൽ പറയുന്നുണ്ട്, ഇമാം അബൂ ഇസ്ഹാഖ് ഇബ്നു ജമാഅ എന്ന മഹാനവറുകൾ മൗലിദ് പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ധാരാളം ഭക്ഷണമുണ്ടാക്കി അന്ന് വിതരണം ചെയ്യും. ജനങ്ങൾക്കൊക്കെയും അവരെയൊക്കെയും വിളിച്ച് ഭക്ഷണം കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടും. ആ മഹാനവറുകൾ ഇമാം അബൂ ഇസ്ഹാഖ് ഇബ്നു ജമാഅ മഹാനവറുകൾ പറയുമായിരുന്നു, ലൗ കുന്തു തമക്കൻതു, എനിക്ക് സാധ്യമാകുമായിരുന്നുവെങ്കിൽ ഈ മാസം മുഴുവനും ഓരോ ദിനത്തിലും ഞാൻ ഇതുപോലെ മൗലിദ് ആഘോഷിക്കുമായിരുന്നു, ജനങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുത്തുകൊണ്ട് മൗലിദ് ആഘോഷിക്കുമായിരുന്നു എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. നോക്കൂ, മഹാന്മാരായ ആളുകൾ മീലാദിന് നൽകുന്ന മൗലിദാഘോഷത്തിന് നൽകുന്ന പ്രാധാന്യം ഇമാം ഇബ്നുൽ ജസരി മഹാനവറുകൾ പറഞ്ഞതായി കാണാം. അതും അൽ അജ്വീബത്തുൽ മർദിയ എന്ന കൃതിയിലുണ്ട്, ഇമാം സഖാവി ഉദ്ധരിച്ചതാണ്. ഒമിൻ ഖവാസിഹി, മൗലിദ് പാരായണത്തിൻ്റെ അല്ലെങ്കിൽ മൗലിദ് ആഘോഷത്തിൻ്റെ പ്രത്യേകത അന്നഹു അമാനും ഫി ദാലിക്കൽ ആം, ആ കൊല്ലം മുഴുവനും അത് സുരക്ഷയാണ്. അത് നടത്തുന്നവർക്ക്, അതുമായി സഹകരിച്ചവർക്ക്, അതിന് കാരണക്കാരായവർക്കൊക്കെ അക്കൊല്ലത്തേക്ക് അത് ഒരു സുരക്ഷ നൽകുന്നതാണ് മീലാദ് ആഘോഷം, മൗലിദ് പാരായണം എന്ന് ഇമാം ഇബ്നുൽ ജസരി പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പേരിലാണല്ലോ, അതിൻ്റെ പ്രകടനമായിട്ടാണല്ലോ മീലാദ് ആഘോഷിക്കുന്നത്. നബിയോടുള്ള സ്നേഹമാവട്ടെ അത് ഈമാനിൻ്റെ അടിത്തറയുമാണ്. ഹിജ്റ 990 വഫാത്തായ മക്കായിലെ മുഫ്തിയായിരുന്ന ഖുതുബുദ്ദീൻ അൻ-നെഹ്റുവാനി അൽ ഹനഫി, ഖുതുബുദ്ദീൻ നെഹ്റുവാലി പറഞ്ഞതായിക്കൊണ്ട് കാണാവുന്നതാണ്. അൽ-ഇഅ്ലാം ബിഅലാമി ബൈത്തില്ലാഹിൽ ഹറാം എന്ന കൃതിയിൽ മഹാനവറുകൾ പറയുകയുണ്ടായി, റബീഉൽ അവ്വൽ മാസമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിൻ്റെ രാവിൽ, അതായത് 12-ാം രാവിൽ എല്ലാ വർഷവും മക്കായിൽ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടും. രാഷ്ട്ര നേതാക്കളും വരും, ഭരണകർത്താക്കൾ വരും, 4 മദ്ഹബിലെയും ഖാദിമാരും പണ്ഡിതന്മാരും വരും. അന്ന് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം അവർ എല്ലാവരും ഒരുമിച്ച് കൂടി അലങ്കാര ചമയങ്ങൾ അണിഞ്ഞ് അലങ്കാര വിളക്കുകൾ കത്തിച്ച് ആഘോഷപൂർവം പ്രകടനമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസ്ഥലത്തേക്ക് അവർ പ്രകടനം നടത്തും. സൂഖുല്ലയിലൂടെ കടന്നുകൊണ്ട് ആയിരക്കണക്കായ ജനങ്ങൾ പ്രകടനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസ്ഥലത്തേക്ക് പോകും. അതിൽ മശായിഖന്മാരുണ്ട്, വലിയ വലിയ മശായിഖന്മാർ, അവരുടെ മുരീദന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, അതുപോലെ തന്നെ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട്. എല്ലാവരും കൂടി വലിയ ആഘോഷവും വലിയ ആഹ്ലാദവും പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനമായി പോകുമെന്ന് ഖുതുബുദ്ദീൻ നെഹ്റുവാലി പറയുന്നു. ഇതൊക്കെയായിരുന്നു പൂർവികരുടേതായ നിലപാടുകൾ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ദിനത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് മീലാദ് ആഘോഷം എന്നത്. പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഓർമ്മിക്കണമെന്നത് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണല്ലോ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വദക്കിറുഹും ബി അയ്യാമില്ലാ, അള്ളാഹുവിൻ്റെ ദിവസങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ദിവസങ്ങളെ ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്ന്. പ്രത്യേകമായ ദിനങ്ങളെന്ന് പറയുമ്പോൾ അള്ളാഹു അനുഗ്രഹങ്ങൾ, പ്രത്യേകമായ അനുഗ്രഹം ചെയ്ത ദിനമായേക്കാം, അല്ലെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായി ശിക്ഷ ഇറക്കിയ ദിനമായേക്കാം. രണ്ടായിരുന്നാലും അത് ഓർമ്മപ്പെടുത്തി കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതിൽപ്പെട്ട ഏറ്റവും അനുഗ്രഹമായ ദിനമാണ്, ഏറ്റവും വലിയ അനുഗ്രഹ ദിനമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിനം. അത് നാം ഓർമ്മിക്കണം, ഓർമ്മിപ്പിക്കണം, ഓർമ്മപ്പെടുത്തണം. അല്ലാഹു തആല നമ്മെ തുണക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.